ആദർശ് ഒരു റെസ്റ്റോറന്റിൽ തന്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അതേസമയം തന്നെ ആദർശിന്റെ ഫ്രണ്ട് വിനീത് അങ്ങോട്ട് വരുന്നുണ്ട്. ആദർശ് ഒരുപാട് നേരം ഇരുന്ന് മുഷിഞ്ഞോ? ഏയ് നീ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ 2 ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതേസമയമാണ് അനിയും അനാമികയും പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി ആ റെസ്റ്റോറന്റിലേക്ക് വരുന്നത്. അവരെ കണ്ടപ്പോ തന്നെ ആദർശ് അവരെ കാണിച്ചു കൊടുത്തോണ്ട് വിനീതിനോട് പറയുന്നുണ്ട്, വിനീത് അതാരാ നിനക്ക് മനസ്സിലായോ? ഓ, ഇത് നമ്മുടെ അനിയല്ലേ? അനിയുടെ കൂടെ ആരാ? അതവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാ. നിന്നെ ഞാൻ കല്യാണം വിളിക്കാനും കൂടിയാ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത്. അതേസമയം തന്നെ വിനീത് ആദർശ് പറയുന്ന ഒന്നും ശ്രദ്ധിക്കാതെ അനാമികയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാട്ടോ. അപ്പൊ ആദർശ് നോക്കുന്നുണ്ട്, എന്തു പറ്റിയടാ? ഏയ്, എനിക്ക് അനാമികയെ കണ്ടിട്ട് നല്ല പരിചയമുള്ള പോലെ. ആണോ? എങ്കിൽ പിന്നെ എളുപ്പമായാലോടാ, നമുക്ക് അവിടെ ചെന്ന് അവരൊന്ന് പരിചയപ്പെട്ടു വരാം, വാ. അപ്പൊ വിനീത് ചോദിക്കുന്നുണ്ട്, ഈ കുട്ടിയുടെ വീട് എവിടെയാ? അത് ചോദിച്ചപ്പോ തന്നെ ആദർശിന് എന്തൊക്കെയോ ഡൗട്ട് അടിച്ചിട്ടോ. അങ്ങനെ ആദർശ് അവളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വിനീതിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ വിനീതിന്റെ മുഖത്ത് ഒരു ചിരി പോലെ വന്നിട്ടോ. അപ്പൊ വിനീത് ആദർശിനോട് പറയുന്നുണ്ട്, ആദർശ് നമുക്കൊന്ന് അവിടെ പോയിട്ട് അനാമികയൊന്ന് പരിചയപ്പെടാം. എടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, വേറെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ആൾ അത് തന്നെയാണെന്നൊന്ന് കൺഫേം ചെയ്താൽ മതി. ഏയ്, ഒന്നുമില്ലടാ, ഞാൻ ആദ്യം അവളൊന്ന് പോയി പരിചയപ്പെടട്ടെ. വെറുതെ ഒരാളെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ? നീ വന്നേ. ഇതും പറഞ്ഞ് രണ്ടുപേരും അനാമികയുടെ അനിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എടാ അനി, ചേട്ടാ, ചേട്ടൻ എന്താ ഇവിടെ? ഇത് നമ്മുടെ വിനീതേട്ടനില്ലേ? അപ്പൊ നീ എന്നെ മറന്നിട്ടില്ലല്ലേ? ഭാഗ്യം. എന്തായാലും ഇപ്പോഴെങ്കിലും കല്യാണം വിളിക്കുമല്ലോ അല്ലേ? അതേസമയം അനാമിക വാഷ്റൂമിൽ നിന്ന് വരുന്നുണ്ട്. വിനീതിനെ കണ്ട പാടെ തന്നെ അനാമികയുടെ മുഖഭാവമൊക്കെ മാറുന്നുണ്ട്. അനാമികയ്ക്ക് മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് എടുക്കണോ അതോ മുമ്പോട്ട് പോകണോന്ന് സംശയമായിട്ടോ. അനാമിക നന്നായിട്ട് വേർക്കാൻ തുടങ്ങുന്നുണ്ട്. അതേസമയം വിനീത് അനാമികയെ കാണാണ്. കണ്ട പാടെ തന്നെ വിനീതിന് ആൾ അത് തന്നെയാണെന്ന് കൺഫേം ആവാണ്. എന്തായാലും രണ്ടും കൽപ്പിച്ച് അനാമിക വരുന്നുണ്ട്. വിനീതിന് അത് കൺഫേം ആയിട്ടും വിനീത് അതൊന്നും അവിടെ പ്രകടിപ്പിച്ചില്ല കേട്ടോ. ഹലോ, ഞാൻ ആദർശിന്റെ ഫ്രണ്ടാ. അനാമിക വന്ന പാടെ തന്നെ വലുതായിട്ട് മൈൻഡ് ഒന്നും കൊടുക്കുന്നില്ല. ഇതൊക്കെ കണ്ടപ്പോൾ ആദർശ് നല്ല സംശയം വരുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട്, അനാമിക ഇതെന്റെ ഏട്ടന്റെ ഫ്രണ്ടാ, എന്റെ സ്വന്തം ഏട്ടനും കൂടിയാ. ഓ, കണ്ടിന്യൂ. ഞങ്ങളെ ഒരു ബിസിനസ്സുകാരെ സംസാരിക്കാൻ വന്നതാ. തൽക്കാലം ഞങ്ങൾ അങ്ങോട്ട് മാറിത്തരാം. അയ്യോ, അതൊന്നും വേണ്ട വിനീതേട്ടാ, കുഴപ്പമില്ലടാ. നിങ്ങൾ സംസാരിക്കാൻ വന്നല്ലേ, സംസാരിക്കേ. കല്യാണം കഴിഞ്ഞാൽ ചിലപ്പോ ഇങ്ങനെയൊന്നും കിട്ടിക്കോളുന്നില്ല. എങ്കിൽ പിന്നെ ഞങ്ങൾ വരുന്നു കേട്ടോ, വാടാ ആദർശേ. അങ്ങനെ അവർ രണ്ടുപേരും ആ റെസ്റ്റോറന്റിൽ ഇരിക്കാതെ നേരെ പുറത്തോട്ടാണ് ഇറങ്ങുന്നത്. അതേസമയം തന്നെ വിനീത് ആദർശിനോ പറയുന്നുണ്ട്, ആദർശേ, ഈ പെൺകുട്ടിയെ കുറിച്ച് നന്നായിട്ട് അന്വേഷിച്ചിട്ടാണോ ഈ കല്യാണത്തിന് ഇറങ്ങിയത്? അത് എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തേലും ഉണ്ടെങ്കിൽ നീ മനസ്സിൽ വെക്കാത്ത പറയണേ. എടാ, അവളൊരു ഫ്രോഡാ. അവളുടെ ഫാമിലിയും അത്ര നല്ലവരൊന്നുമല്ല. നിന്റെ എന്തോ ഒരു ഭാഗ്യത്തിനാ ഞാൻ അവളെ നേരത്തെ കണ്ടത്. എടാ, നീ പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം തന്നെയാണോ? അതേടാ, അവളുടെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ഒക്കെ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. എന്തായാലും അവൾ ആദർശിന് ഫ്രോഡാണെന്ന് മനസ്സിലായി കേട്ടോ. അപ്പൊ ബാക്കി അവളുടെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ഒക്കെ അറിയണ്ടേ? അപ്പൊ അതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ ഗൈസ്. വേണമെന്നുണ്ടവർ എല്ലാവരും കമന്റ് ചെയ്യുക. കൂടുതൽ കമന്റ് വന്നാലും നമ്മൾ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും.